ദേവയാനി ആദർശിനോടൊന്നും മിണ്ടാത്തതുകൊണ്ട് തന്നെ ആദർശിന് ഉറക്കമൊന്നും വരുന്നില്ല. നയനയോട് കിടക്കാനായിട്ട് പറയാണ്. അപ്പം നയന താഴെ തറയിൽ ബെഡൊക്കെ വിരിച്ച് അതിലിങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇരുന്നിട്ട് ഇങ്ങനെ നയന മനസ്സിൽ വിചാരിക്കുകയാണ്, ആദർശേട്ടൻ ഇന്ന് തന്നെ ബെഡിലേക്ക് കിടക്കാൻ വിളിക്കുന്നതാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇന്ന് അമ്മയുടെ കാര്യം ഓർത്ത് ആകെ ടെൻഷനാണല്ലോ. അമ്മയുടെ കാര്യം ഓർത്തിട്ടുണ്ടെങ്കിൽ ആദർശേട്ടൻ്റെ മൈൻഡ് ആകെ പോവും. അപ്പോൾ അത് ഞാൻ മനസ്സിലാക്കണ്ടേന്ന് ഓർക്കുകയാണ്. എന്നിട്ട് ആദർശിനോട് കിടക്കാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ കിടന്നാലും ഉറക്കമൊന്നും വരില്ല എന്ന് പറയാണ്. അമ്മ ഇങ്ങനെ മിണ്ടാതിരുന്നാൽ അമ്മയ്ക്ക് നിന്നോടുള്ള പെരുമാറ്റത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വന്നിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ എനിക്ക് ആകെ ഒരു ശ്വാസം മുട്ടലാണ് അമ്മ മിണ്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ. രാവിലെ എങ്ങനെയെങ്കിലും അപ്പോൾ എനിക്കൊന്ന് മാറ്റണമെന്ന് ആദർശ് നയനയോട് പറയുകയും ചെയ്യാണ്. പിന്നീട് രണ്ടുപേരും അങ്ങ് കിടക്കുന്നുണ്ട്. അതിനുശേഷം രാവിലെയാണ് കാണിക്കുന്നത്. ദേവയാനി ഇങ്ങനെ വിഘ്നേശ്വരൻ്റെ മുന്നിൽ വന്ന് പ്രാർത്ഥിക്കുന്നതാണ്. പ്രാർത്ഥിച്ചിട്ട് അങ്ങ് പോകുന്ന സമയത്ത് ആദർശ് ഇങ്ങനെ ദേവയാനിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് എന്താ അമ്മയെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ദേവയാനിക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യമാണ്. ഒന്നും മിണ്ടാതെ അങ്ങ് പോകാനായിട്ട് തുടങ്ങുന്ന സമയത്ത് ദേവയാനിയുടെ കയ്യിൽ കയറി ആദർശ് പിടിക്കുന്നുണ്ട്. അപ്പോൾ കൈ തട്ടി മാറ്റിയിട്ട് നീ എന്നെ തൊട്ട് പോകരുതെന്ന് പറയാണ്. അപ്പോൾ ആദർശ് കാര്യം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ വീട്ടിലെ എല്ലാവരോടും ചോദിച്ചു, പക്ഷെ ഒന്നും പറയുന്നില്ല എന്ന് പറയാണ്. ഒന്നും പറയില്ല. അപ്പോൾ നീ എന്നെ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. എൻ്റെ വിഷമം ഞാൻ ഭഗവാനോട് പറഞ്ഞിട്ടുണ്ട്, ഭഗവാൻ അറിയാന്നൊക്കെ പറയാണ്. അമ്മ എന്തിനാ അങ്ങനെ പിണങ്ങിയിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദേവയാനി ഒന്നും വിട്ട് പറയുന്നില്ല. പിന്നീട് എന്തായാലും ദേവയാനി ഇങ്ങനെ ആദർശിനെ ഇങ്ങനെ കുട്ടിക്കാലത്ത് നോക്കിയ കാര്യങ്ങളും എല്ലാം തന്നെ പറയുന്നുണ്ട്. പിന്നീട് ദേവയാനിക്ക് ഇങ്ങനെ ആദർശിനോട് ഇപ്പോൾ വെറുപ്പാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അമ്മയ്ക്ക് എന്നെ വെറുക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം അമ്മ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് തന്നെയാണെന്ന് പറയാണ്. അപ്പോൾ സ്നേഹിക്കുന്നവരെന്താ, അമ്മമാർക്ക് എന്താ മക്കളെ വെറുത്തൂടെ? അപ്പോൾ അങ്ങനെ കൂടുതൽ സ്നേഹിച്ചിട്ട് പിന്നെ വെറുത്ത് കഴിഞ്ഞാൽ ആ പിണക്കം പെട്ടെന്നൊന്നും മാറ്റാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനി അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ, ദേഷ്യത്തോടു കൂടി. അപ്പോൾ ആദർശാണെങ്കിലും ഇങ്ങനെ ഭയങ്കര വിഷമമായിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. അതിനുശേഷം നയന അങ്ങനെ മുത്തശ്ശിക്കും അതുപോലെ തന്നെ ഇളയച്ചനും ഇരിക്കുന്നുണ്ട്. അവർക്ക് രണ്ടുപേർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നയനയോട് ഇങ്ങനെ ഇന്നലെ പുറത്ത് പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. നിങ്ങൾ എവിടേക്കൊക്കെ ഇറങ്ങി, ഏത് സിനിമയ്ക്കാണ് പോയതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ട്, ഞങ്ങൾ ഒരു തമിഴ് സിനിമയ്ക്കാണ് പോയത്. അപ്പോൾ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ല. ആദർശേട്ടൻ ഇങ്ങനെ കൈയടിക്കുകയോ പൊട്ടിച്ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദർശം അവിടേക്ക് വരികയാണ്. ആ സമയത്ത് മുത്തശ്ശി ചോദിക്കുന്നുണ്ടായിരുന്നു, മോനെ ഒരു നല്ല മലയാളം സിനിമയ്ക്ക് പോയിക്കൂടായിരുന്നു എന്ന്. അപ്പോൾ അത് പറയാനുള്ളൊരു മാനസികാവസ്ഥയിലല്ല ഞാൻ. അമ്മ ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറയാണ്. അപ്പോൾ ഇന്നലെയും കഴിച്ചില്ലല്ലോ, അവൾ ഇതുവരെ ഇന്നും കഴിച്ചിട്ടില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശിയാണെങ്കിലും. അപ്പോൾ ഏട്ടത്തി വലിയ നിരാഹാരത്തിലാണെന്ന് തോന്നുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് എന്തോ പ്രതിഷേധത്തിലാണെന്ന് തോന്നുന്നുണ്ട് എന്ന് ഇളയച്ചനും പറയുകയാണ്. അപ്പോൾ എന്തായാലും ഞാൻ അമ്മേനെ ഒന്ന് കഴിക്കാൻ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആദർശ് അവിടെ നിന്ന് അങ്ങ് പോവാണ്. അപ്പോൾ നയനിക്കാണെങ്കിലും ഭയങ്കര സങ്കടമാണ്. ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, മോള് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, മോള് വിഷമിക്കൊന്നും വേണ്ടാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇളയച്ചനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഒരു വീട്ടിനുള്ളിൽ ഇങ്ങനെ പരസ്പരം മനസ്സിലാക്കാതെ മുന്നോട്ട് പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ളതിൽ പറയുകയാണ്. അപ്പോൾ നയനിയാണെങ്കിലും ഭയങ്കര സങ്കടത്തോടു കൂടി നിൽക്കുകയാണ്. പിന്നീട് ദേവയാനിയുടെ അടുത്തേക്ക് ആദർശ് വരുന്നുണ്ട്. അപ്പോൾ എന്താ അമ്മ ഇതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അമ്മ അങ്ങനെ ഒന്നും മിണ്ടാതിരുന്നാൽ എനിക്ക് ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കഴിക്കാൻ വിളിക്കുമ്പോൾ എനിക്ക് വേണ്ടാന്ന് പറയാണ്. അപ്പോൾ എന്നാൽ ഞാനും കഴിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ദേവയാനി പറയുന്നുണ്ട്, നീ എന്നോട് ഇന്നലെ ചോദിക്കാതെ അവളെയും കൊണ്ട് പുറത്തു പോയില്ലേ എന്ന്. അപ്പോൾ ആദർശിന് കാര്യം മനസ്സിലാവുന്നുണ്ട്, അത് തന്നെയാണ് പിണക്കത്തിനുള്ളത് എന്ന്. അപ്പോൾ പിന്നീട് ആദർശ് ചോദിക്കുന്നുണ്ടായിരുന്നു, അമ്മ തന്നെയല്ലേ അവൾക്ക് ജോലി കൊടുക്കാനൊക്കെ പറഞ്ഞതെന്ന് പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ആ ഒരു നശിച്ച നിമിഷത്തിൽ എനിക്ക് അങ്ങനെ തോന്നിപ്പോയി, അത് ഇങ്ങനെ അതാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവൾക്കൊരു ജോലി കൊടുക്കാൻ പറഞ്ഞതെന്ന് വെച്ച് അവളെ സ്നേഹിക്കാനൊന്നും ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലല്ലോ, അവളെങ്ങനെയായി വീട്ടിലേക്ക് വന്നതെന്നൊക്കെ നീ മറന്നു പോയില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. പിന്നീട് ഇങ്ങനെ ഒരു 10-12 വയസ്സ് വരെ ഇങ്ങനെ ആദർശിന് ഇങ്ങനെ അസുഖം ഉണ്ടായിരുന്നതും ദേവയാനി ഇങ്ങനെ ഉറക്കമില്ലാതെ നോക്കിയ കാര്യങ്ങളും, അതുപോലെ തന്നെ ഒരു സമയത്ത് ക്രിട്ടിക്കലായപ്പോൾ അങ്ങനെ ജീവൻ പോലും നഷ്ടമാവുന്ന അച്ഛനോട് ഡോക്ടർ പറയുന്നത് കേട്ടു. അന്ന് ഞാൻ ICUവിൻ്റെ മുന്നിൽ ഇങ്ങനെ വിഷം കയ്യിൽ വെച്ചാണ് നിന്നിട്ടുണ്ടായിരുന്നത്. ഡോക്ടർ പറഞ്ഞ പോലെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ കൂടെ പോരാൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ള എന്നോട് നീ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്, അത് സഹിക്കാൻ പറ്റില്ല എന്നുള്ളതിൽ പറയുകയാണ്. പിന്നീട് ഇങ്ങനെ ആദർശിന് വേണ്ടിയിട്ടാണ് താഴെ ഒരു കുട്ടീനെ വേണ്ടാന്ന് വെച്ചത്, അപ്പം നിന്നെ ശരിക്കും ശ്രദ്ധിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ടാണ് ഞാൻ വേറൊരു കുഞ്ഞു പോലും വേണ്ടാന്ന് വെച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ആദർശ് ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു, ഇനി അമ്മ അറിയാതെ ഞാൻ ഒരു തീരുമാനം എടുക്കില്ല എന്നുള്ളതിൽ പറയുകയാണ്. അപ്പോൾ ഇനി ഇങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ അത് ഈ വാക്ക് നീ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അമ്മ ഭക്ഷണം കഴിക്കാതെ ഒന്നും ഇരിക്കില്ല, ഭക്ഷണം കഴിക്കും, പിന്നീട് ഒരിക്കലും അമ്മ ഭക്ഷണം കഴിക്കാനുണ്ടാവില്ല എന്ന് പറയാണ് കേട്ടോ സങ്കടത്തോടുകൂടി. അപ്പോൾ ആദർശാണെങ്കിലും പിന്നീട് പറഞ്ഞ് സമാധാനിപ്പിച്ച് ഭക്ഷണം കഴിക്കാനായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇവർ സംസാരിക്കുന്നതെല്ലാം നയന അവിടെ മറിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു.
അപ്പോൾ അവർ അകത്തേക്ക് വരുന്ന സമയത്ത് നയന പെട്ടെന്ന് തന്നെ അവർ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് മാറി നിൽക്കുകയാണ്. പിന്നീട് ഇങ്ങനെ അവർ ഇങ്ങനെ ഡൈനിങ് ഹാളിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് മുത്തശ്ശി ദേവയാനിയോട് പറയുന്നുണ്ടായിരുന്നു, മകനും മരുമകളും അങ്ങനെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുന്നത് ഏതൊരു അമ്മയ്ക്കും നല്ല സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമല്ലേ, നീ മാത്രം എന്താ ഇങ്ങനെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ ജയനുമായിട്ടുള്ള കല്യാണം നടന്ന സമയത്ത് ദേവയാനിക്ക് ഇങ്ങനെ വീട്ടിൽ നിന്ന് മാറി നിന്നതിൻ്റെ വിഷമം ഉണ്ടാകുമ്പോഴൊക്കെ വീട്ടിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ നിന്നെ അപ്പം തന്നെ കൊണ്ടാക്കാനൊക്കെ ഞാൻ ജയനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ മാത്രം എന്താ ഒരു മാറ്റം, നിന്റെ മരുമകൾക്ക് ഇതൊന്നും ആയിക്കൂടെ എന്നുള്ളതിലും ചോദിക്കുന്നുണ്ട്. പിന്നീട് ഇന്നത്തെ പെൺകുട്ടികൾ ഇങ്ങനെ അമ്മായിമ്മയുടെ മേൽക്കോയ്മ ഒന്നും സമ്മതിച്ച് തരില്ല. അവരെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഭർത്താവിനെയും കൊണ്ട് വേറെ താമസിക്കുകയായിരിക്കും. അങ്ങനെ ഒരു ഗതി നീ ഇവിടെ ഉണ്ടാക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ദേവയാനിയാണെങ്കിലും ആദർശനെ നോക്കിയിട്ട് പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ അവൻ ഇവിടുന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ മരണം കണ്ടിട്ടായിരിക്കും അവൻ പോകുന്നതെന്ന് പറയാണ്. പിന്നീട് എന്തായാലും ഇളയച്ചനാണെങ്കിൽ അവർ ഭക്ഷണം കഴിക്കാൻ വന്നതല്ലേ, ഇന്നലെ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, അവർ കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് അങ്ങ് പോകുന്നുണ്ട്. അപ്പം നയനിയാണെങ്കിലും തല താത്തിക്കൊണ്ട് അതിലങ്ങ് പോകുമ്പോൾ ഇങ്ങനെ നോക്കുകയാണ് ആദർശനാണെങ്കിലും ഭയങ്കര വിഷമമുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ആദർശിൻ്റെ മുഖത്തേക്ക് ദേവയാനി നോക്കുമ്പോൾ ആദർശ് പെട്ടെന്ന് തന്നെ ഇങ്ങനെ കണ്ണെടുക്കുകയാണ് കേട്ടോ. പിന്നീട് ദേവയാനി ആദർശനോട് കഴിക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് രണ്ടുപേരും ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നീട് നയനിയാണെങ്കിലും റൂമിൽ വന്ന് വിഷമിച്ചിരിക്കുകയാണ്. ആ സമയത്ത് ആദർശ് അവിടേക്ക് വരുമ്പോൾ നയന പെട്ടെന്ന് തന്നെ ബെഡിൽ നിന്ന് എണീറ്റിട്ട് ആദർശിനോട് അമ്മ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കഴിച്ചു എന്ന് പറയാണ്. അപ്പോൾ ആദർശ് തിരിച്ചും നയനോട് ചോദിക്കുന്നുണ്ട്, നീ ഭക്ഷണം കഴിച്ചോ എന്ന്. ഇല്ല കഴിച്ചില്ല, ഞാൻ കഴിച്ചോളാം എന്ന് പറയാണ്. എന്നാൽ നീ പോയി കഴിക്കുമെന്ന് പറയുമ്പോൾ എനിക്ക് വിശപ്പില്ല എന്ന് പറഞ്ഞിട്ട് നയന അങ്ങ് പോകാനായിട്ട് നിൽക്കുന്ന സമയത്ത് ആദർശ് ഞാൻ വ്യക്തമായിട്ടൊരു കാര്യം പറയാം, എനിക്ക് അമ്മേനെ വിഷമിപ്പിച്ചുകൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ നയനയോട് പറയാണ്. അത് മുൻപ് എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ, അതിനുള്ള മറുപടി ഞാൻ തന്നിട്ടുള്ളതാണെന്ന് പറയാണ്. പിന്നീട് നയന പറയുന്നുണ്ടായിരുന്നു, ആദർശേട്ടൻ ഞാൻ എൻ്റെ അമ്മേനെ അച്ഛനെ സ്നേഹിക്കുന്നതിനേക്കാളും കൂടുതൽ എത്രയോ ഇരട്ടിയാണ് ആദർശേട്ടൻ അമ്മേനെ സ്നേഹിക്കുന്നത്, അത് ഞാൻ മനസ്സിലാക്കണ്ടേ. അപ്പോൾ എന്തായാലും ഞാൻ ഒരിക്കലും ഇങ്ങനെ ആദർശേട്ടനെ ഇങ്ങനെ അമ്മേന്ന് അകറ്റാനൊന്നും നോക്കില്ല. അതുപോലെ തന്നെ പിന്നീട് ഇങ്ങനെ മാറി താമസിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിനെക്കുറിച്ചും ആദർശ് പറയുന്നുണ്ടായിരുന്നു, ഞാൻ അങ്ങനെ ചെയ്യില്ല എന്നുള്ളത്. അപ്പോൾ എനിക്കും അതൊന്നും ഇഷ്ടമില്ല, എല്ലാവരും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് തന്നെയാണ്, അങ്ങനെ ഒരു ചിന്താഗതിക്കാരി തന്നെയാണ് ഞാനെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് എന്തായാലും ആദർശിനോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇന്നലെ പുറത്തു പോയത് ആദർശേട്ടൻ വിളിച്ചിട്ടാണ്, അതൊന്ന് അമ്മേനോട് പറയുമോ എന്ന് ചോദിക്കുകയാണ്. അല്ലെങ്കിൽ അമ്മ ചിലപ്പോൾ ഞാൻ പറഞ്ഞിട്ടാണെന്ന് വിചാരിക്കും, അത് വേണ്ടാന്ന് വെച്ചിട്ടാണ്. അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ സംസാരമുണ്ട്, ഇങ്ങനെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഭാര്യമാർ അവരുടെ ഭർത്താക്കന്മാരെ അമ്മയിൽ നിന്ന് അകറ്റും എന്നുള്ളതൊക്കെ, അപ്പോൾ അതൊന്നും വേണ്ട എന്നുള്ളതിൽ ഇങ്ങനെ ഞാൻ സംസാരിക്കുകയാണ്. അതുപോലെ തന്നെ ആദർശിനോടാണെങ്കിലും ഇങ്ങനെ നയന പറയുന്നുണ്ടായിരുന്നു, എനിക്ക് വേണ്ടിയിട്ട് ഒരിക്കലും ജീവിച്ചിട്ടില്ല, അപ്പോൾ നിങ്ങളുടെയൊക്കെ സന്തോഷമാണ് എനിക്ക് വലുതെന്നൊക്കെ നയന പറയുകയാണ്. അപ്പോൾ പിന്നീട് നയന പറയുന്നുണ്ടായിരുന്നു, എനിക്ക് വേണ്ടിയിട്ട് ഒരിക്കലും ജീവിച്ചിട്ടില്ല, ഞങ്ങൾ ഇങ്ങനെ 12 വയസ്സിൽ തുടങ്ങിയ ഓട്ടാണ് ഞാനും കല്യാണിയും ഒക്കെ, അതുകൊണ്ട് ഏത് സാഹചര്യത്തിൽ ജീവിക്കാനും എനിക്കറിയാം. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരിക്കൽ ഇങ്ങനെ അമ്മായിമ്മയുടെ അതുപോലെ തന്നെ ഭർത്താവിൻ്റെ മനസ്സിൽ ഈ ഭാര്യയ്ക്ക് ഒരു ഇടം കിട്ടുമെന്ന് വിശ്വസിച്ച് ഞാൻ ജീവിച്ചോളാം എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. പിന്നീട് വിഘ്നേശ്വരൻ്റെ മുന്നിൽ വന്നിട്ട് നയന പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, ഇന്നലെ ഞങ്ങൾ സംസാരിച്ചതെല്ലാം അങ്ങനെ അങ്ങ് കേട്ടതാണല്ലോ, അപ്പോൾ ഇങ്ങനെ ആദർശേട്ടൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു വ്യക്തമായിട്ടുള്ള പ്ലാനിങ് വേണം, എൻ്റെ ചേച്ചി ഒരു അമ്മയാവാൻ പോവാണ്, അപ്പോൾ അങ്ങനെ ശാന്തി മുഹൂർത്തം നടത്തുക എന്നുള്ളതിലായിരിക്കും എൻ്റെ ഭർത്താവ് അത് പറഞ്ഞത്. ഇനി അങ്ങനെ ഒരു മുഹൂർത്തം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുമോ, അതുപോലെ തന്നെ എനിക്കൊരു അമ്മയാവാൻ കഴിയുമോ എന്നുള്ള ഇതൊക്കെ സങ്കടങ്ങളൊക്കെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഉണ്ടാവുമായിരിക്കും, ചിലപ്പോൾ എൻ്റെ അമ്മായിമ്മയുടെ കാലശേഷമായിരിക്കും, അപ്പോഴേക്കും എനിക്ക് നരയൊക്കെ വന്നിട്ടുണ്ടാവും, പിന്നെ എനിക്കൊരു കുഞ്ഞിനെ ലാളിക്കാനുള്ളൊരു ഇതൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടം പറയുകയാണ്. അല്ലെങ്കിൽ ഞാൻ അതിന് മുന്നേ ഈ വീട്ടിൽ നിന്ന് പുറത്താവും എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിലും എനിക്ക് എൻ്റെ ജോലി നിർത്താൻ പറ്റില്ല, ഇടയ്ക്ക് എൻ്റെ ജോലിയായിട്ട് മുന്നോട്ട് പോകണം, ഇവിടുന്ന് പുറത്ത് പോയാലും എനിക്ക് ജീവിക്കണ്ടേ, അതുപോലെ തന്നെ എൻ്റെ വീട്ടുകാരെ സഹായിച്ചേ എനിക്ക് പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരെയും പോലെ തന്നെ എനിക്കും നല്ല ആഗ്രഹമുണ്ട്, ഞാൻ എൻ്റെ ഭർത്താവിനോട് അമ്മയെ വിഷമിപ്പിച്ചിട്ട് എന്നെ സ്നേഹിക്കേണ്ട എന്ന് പറയുമ്പോഴും എനിക്കിങ്ങനെ എൻ്റെ ഭർത്താവ് എന്നെ അടക്കി പിടിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ ഉള്ള ആഗ്രഹം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടത്തോടു കൂടി കാര്യങ്ങൾ പറയുകയാണ്. ഞാൻ ഇങ്ങനെ പറയുന്നതിൽ ഒരു തെറ്റുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടം പറയുകയാണ്. അപ്പോൾ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്. റിവ്യൂ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.